2026 ഷ്കോഡ സ്ലാവിയ അതാണ് ഇപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്ലാവിയയിൽ നിന്ന് കാണാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒപ്പം തന്നെ സ്ലാവിയനെ കുറിച്ചും സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പം ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെഡാനുകളിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കിഡ്ലൻ സെഡാനാണ് സ്ലാവിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പല റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു BMW വാങ്ങാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതേ ഡ്രൈവ് ഫീലും ആ ഒരു ഇതൊക്കെ കിട്ടുന്ന ഒരു കാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലാവിയ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കസിൻ ബ്രദറിനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നന്നായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു മോഡലാണ്. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ സ്ലാവിയ വന്നിരിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രില്ല് അതിൻ്റെ പാറ്റേൺ എൻ്റർലി ചേഞ്ച് ചെയ്തു. ക്രോം എലമെൻറ്റ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലോസിങ് നേരത്തെ എനിക്ക് തോന്നുന്നത് താഴെ നിന്ന് ഇങ്ങോട്ടായിരുന്നു ക്ലോസിങ്. അതിപ്പോൾ ഇവിടേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ചേഞ്ച് വന്നതുപോലെ തോന്നി. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ലാമ്പ് യൂണിറ്റ് ആണ്. അതുപോലെ ഈ DRL ഉണ്ട് കട്ട് വന്നേക്കണേ, അതൊരു പുതിയ എലമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു ഏരിയ, ഈ ഒരു ഹൗസിംഗ് പാറ്റേൺ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു എയർ ഡാമിൻ്റെ പാറ്റേണും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലിപ്പ് ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ റിവേഴ്സ് ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അതിലേക്ക് വന്ന സമയത്ത് ഇതിപ്പോൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു 360 ഡിഗ്രി ക്യാമറ പോലെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ക്യാമറ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഫേസ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അലോയ് വീൽ പാറ്റേൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന അലോയ് വീലിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. ബാക്കിയൊക്കെ തന്നെ സെയിം ആണ്. 360 ഡിഗ്രി ക്യാമറ വ്യൂ വന്നു എന്നുള്ളതിൻ്റെ ഒരു ആഡിങ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും ഒക്കെ തന്നെയും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 179 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെഡാൻ സ്റ്റൈലും നല്ല രസമുണ്ടല്ലേ. ശരിക്കും ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്. ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു സെഡാനാണ്. പ്രത്യേകിച്ച് ബാഡ് റോഡിലും ഈ സെഡാനിന് വലിയ കുഴപ്പമില്ലാതാണ്. കാരണം 179 mm എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കോമ്പാക്ട് CV സ്റ്റൈലിലേക്ക് വരുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്തും മാറ്റം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒന്ന് ഈ ടൈൽ ലാമ്പ്. നമ്മൾ നേരത്തെ DRL കണ്ടപ്പോൾ തന്നെ കട്ട് സാധനം വന്നിട്ടുണ്ട്. അപ്പം റിയൽ ടൈൽ ലാമ്പിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വന്നു. അപ്പോൾ അതിന് ഈ ഒരു സ്കോഡ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നതാ. ഈ ഏരിയയിൽ SKO ആ എഴുത്ത് എഴുതിയിരിക്കുന്ന ബാക്ക് ഭാഗം ഈ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് അതും പുതിയതാണ്. നേരത്തെ അവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് കിടന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ ഏറെക്കുറെ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗത്ത് വേറൊരു ഡിസൈൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതും ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് പുതിയൊരു ബമ്പർ എലമെൻ്റ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ബൂട്ട് സ്പേസ് 520 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഇതിനകത്തുണ്ട് എന്നാണ്. സെഡാൻ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വെരി നൈസ്. പിന്നെ ഈ ടൈൽ ഗേറ്റ് ഉണ്ടോ, ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ആക്ച്വലി ഇത് ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഒന്നുമല്ല, പക്ഷേ അതൊരു സ്കോഡ ടച്ചാണ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടി വരും. വെരി നൈസ് അല്ലേ. ഭയങ്കര സിമ്പിളാണ് ഓപ്പറേഷൻ. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ പറയേണ്ടത്. ഒന്നാമത്തെ പേഴ്സണലാണ്, രണ്ടാമത്തെ നമ്മളെ ഇൻവോൾവ് ആണ്. ഇതൊരു ഇൻവോൾവ് വണ്ണിൻ്റെ ക്ലാസിക് എന്നൊരു ഇതിന് ഫ്രാഗ്രൻ്റ് ആണ്. ഇൻവോൾവ് വൺ എന്താണെന്ന് ഞാൻ ഇനിയും വിശദമായിട്ട് പറയുന്നില്ല. സോ നിങ്ങളുടെ വാഹനത്തിനകത്ത് ഒരു പ്രീമിയം സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടാണ് ഇൻവോൾവ് വൺ. ഇതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസക്കാലയളവിൽ നല്ല സ്മെല്ല് നമ്മൾ വാഹനത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യും. സോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. നല്ല ടയേർഡാണ്, ഹെൽത്ത് പരമായിട്ട് ഓക്കെ അല്ല. സോ സംസാരത്തിൽ എവിടെയൊക്കെയോ ഒരു ലാഗ് വരുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ എം റിയലി സോറി. ഹെൽത്ത് കുറച്ച് എന്തോ പ്രശ്നം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾക്ക് പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മാറ്റങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് അതൊക്കെ വെന്റിലേറ്റഡ് ആട്ടോ, വെന്റിലേറ്റഡ് ആണ്. അതുപോലെ ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട മാറ്റം വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പല സ്കോഡൻ്റെ മോഡലുകളിലും വന്ന അതേപോലെ തന്നെ ഒരു മാറ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യണം. ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാൻ പറ്റുക. രണ്ടാമത് ചേഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് 10 ഇഞ്ചാണ്, ഇപ്പോൾ അതൊരു 10.25 ഇഞ്ചാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, 3D വ്യൂ ഒക്കെ നമുക്ക് കാണാം. 2D വ്യൂ, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, ഒരു ഏരിയൽ വ്യൂ പോലെ ഇവിടെ ഫുള്ള് നമുക്കിത് കാണിക്കുന്നുണ്ട്. ഡോറ് ഓപ്പണിംഗ് ആണ് എന്നുള്ളൊരു സാധനമൊക്കെ അവിടെ കാണിച്ചു. സ്പോട്ടിഫൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് യൂട്യൂബൊക്കെ പ്ലേ ചെയ്യാം. നമ്മൾ ചാനൽ ഇട്ട് പോവാം. ഓക്കെ, നെറ്റില്ല തോന്നുന്നു.
റീഡായി വരുന്നില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ, ഈ സ്വൈപ്പിംഗ് കാര്യങ്ങളൊക്കെ അത് കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഡിസ്ട്രാക്ട് ആവുമെന്നൊരു സംശയം എപ്പോഴും എനിക്ക് ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് സി ടൈം ചാർജിങ് പോർട്ട് കാണാം. വയർലെസ് ചാർജിങ് പോർട്ടല്ല, ആക്ച്വലി ഒരു നോർമൽ ചാർജിങ് ഏരിയ പോലെയാണ്. ഫോണൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്ഥലം മാത്രം. അവിടെ വെന്റിലേഷൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡർ, അതിനകത്തുള്ള സ്കോഡ തിങ് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഗ്ലോ ബോക്സ്, അതിനകത്ത് കാർഡ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കോയിൻ വെക്കാനുള്ള ഏരിയ, അതൊക്കെ സ്കോഡ എപ്പോഴും ചെയ്യുന്ന ആ ഒരു സ്കോഡ തിങ്സ്. കൂൾഡ് ഗ്ലോ ബോക്സിൻ്റെ ഫാൻ കൺട്രോൾ, അതിൻ്റെ ഒരു കാര്യം ഇവിടെ കാണാം. പിന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് കാർഡ് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ആ ഒരു സ്കോഡ തിങ്സ് ഒക്കെ നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ ചേഞ്ച് എനിക്ക് എന്തോ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയെന്തോ ഉള്ള പോലെ തോന്നുന്നു. അതിൻ്റെ ഒരു ടച്ച് ഫീൽ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റിൽ എന്തോ വ്യത്യാസം, അങ്ങനെ എന്തോ ആണ്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ വിത്ത് കൺട്രോൾസ്, ഒരു സിംഗിൾ പാൻ സൺറൂഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്തുണ്ട്. സോ ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ച് സ്ക്രീനിൻ്റെ കാര്യത്തിലാണ്. അതിനൊരു ടച്ച് ഫീലിൻ്റെ വ്യത്യാസമുണ്ട്. അതൊക്കെയാണ് മെയിൻലി ഉള്ളത്. റിയർ സീറ്റിലേക്ക് വരുമ്പോഴേ ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ അത്യാവശ്യമുണ്ട്. സെഡാൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. പക്ഷേ റിയറിൽ വന്നേക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ബാക്കിലത്തെ 2 പാസഞ്ചേഴ്സിനും മസാജിങ് ഫങ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുശാക്കിലൊക്കെ കണ്ട പോലെ അതിൻ്റെ കൺട്രോൾ ഇതാ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഉണ്ടാ 2 ആളുകളെയും ബാക്കിൽ മാത്രമേ ഉള്ളൂ, ഇരിക്കുന്നിടത്തില്ല. ബാക്കിൽ മസാജിങ് ഫങ്ഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും 2026 സ്കോഡ സ്ലാവിയയിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു ചേഞ്ചാണ്. പിന്നെ ഇനി എഞ്ചിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് സെയിം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ടർബോ പെട്രോൾ എഞ്ചിനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പെട്രോളിനകത്ത് മാത്രമാണ് ഉള്ളത്. ഏതായാലും ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മാറ്റമാണ്. സോ അതെന്തായാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീലിങ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 2026 സ്കോഡ സ്ലാവിയയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.